2026 ഫെബ്രുവരി മാസം 4 അല്ലേ? ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. ഇന്നൊരു മനുഷ്യൻ്റെ പേര് ഞാൻ പറയാം. ലാൻസ് ആംസ്ട്രോങ്. സൈക്ലിംഗ് ലോകത്തെ അജയ്യനായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. കാറ്റിനേക്കാൾ വേഗത്തിൽ സൈക്കിൾ പായിക്കുന്ന, ലോകം ഉറ്റുനോക്കുന്ന അത്ഭുത പ്രതിഭ. പക്ഷേ അദ്ദേഹത്തിൻ്റെ 25-ാം വയസ്സിൽ, കരിയറിൻ്റെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിൽ ലാൻസിനെ തേടി ആ വാർത്തയെത്തി. സ്റ്റേജ് 3 ക്യാൻസർ. വെറുമൊരു രോഗമായിരുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിലേക്കും തലച്ചോറിലേക്കും ഒക്കെ പടർന്നിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഇനി രക്ഷപ്പെടാൻ വെറും 20% മാത്രമേ സാധ്യതയുള്ളൂ എന്ന്. അന്ന് ലോകം വിചാരിച്ചു ആ കരിയർ അവിടെ അവസാനിക്കുകയാണ് എന്ന്. എല്ലാവരും ലാൻസിനെ കുറിച്ച് ഓർത്ത് സഹതപിച്ചു. ഇനി ഒരു ജീവിതവും കരിയറും ലാൻസിനില്ലെന്ന് വിധിയെഴുതി. പക്ഷേ തോറ്റുകൊടുക്കാൻ ലാൻസ് തയ്യാറായിരുന്നില്ല. രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വപ്നം കാറ്റിനെ വകഞ്ഞു മാറ്റിപ്പോകുന്ന ആ വേഗതയെക്കുറിച്ചായിരുന്നു. കണ്ണുകൾ റേസിംഗ് ട്രാക്കിലായിരുന്നു. വേദനയേറിയ സർജറികൾക്കും മാർഗമായി കീമോതെറാപ്പിക്കും ശേഷം കൃത്യം 3 വർഷം കഴിഞ്ഞ് രോഗത്തെ അതിജീവിച്ച് അദ്ദേഹം ട്രാക്കിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വരിക മാത്രമല്ല ചെയ്തത്, ലോകത്തിലെ ഏറ്റവും കഠിനമായ മത്സരമെന്നറിയപ്പെടുന്ന ടൂർ ഡി ഫ്രാൻസ് തുടർച്ചയായി 7 തവണ വിജയിച്ച് അദ്ദേഹം ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചു. മരണത്തിൻ്റെ വക്കിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്കുള്ള ആ ചവിട്ടിക്കയറ്റത്തിലൂടെ ലാൻസ് ആംസ്ട്രോങ് ലോകത്തിന് നൽകിയ സന്ദേശം ഒന്നേയുള്ളൂ: ക്യാൻസറിന് നിങ്ങളുടെ ശരീരത്തെ തളർത്താം, പക്ഷേ നിങ്ങളുടെ ഇച്ഛാശക്തിയെ തൊടാൻ പോലുമാകില്ലെന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പക്ഷേ തളരരുത് എന്ന് നമ്മുടെ മനസ്സാണ് പറയേണ്ടത്. ക്യാൻസർ എന്നത് അതൊരു വിരാമ ചിഹ്നമല്ല, അതൊരു വലിയ പോരാട്ടത്തിൻ്റെ തുടക്കം മാത്രമാണ്. ലാൻസിനെ പോലെ ആത്മവിശ്വാസം കൈമുതലാക്കിയാൽ ഏത് കൊടുമുടിയും നിങ്ങൾക്ക് കീഴടക്കാം. ഓരോ വീഴ്ചയും ഒരു വലിയ തിരിച്ചുവരവിനുള്ള തയ്യാറെടുപ്പാണ്. ഭയത്തെ ദൂരെ എറിയൂ, പ്രത്യാശയുടെ വെളിച്ചം കൂടെ കൂട്ടൂ. ഈ ക്യാൻസറിനെ അതിജീവിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ ക്രിസ്റ്റഫർ റീവ് പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് ഓർക്കാം. ഒരിക്കൽ നിങ്ങൾ പ്രതീക്ഷ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അസാധ്യമായി ഒന്നുമില്ല എന്ന്. ശരിയല്ലേ? രോഗം തളർത്തുന്നത് ശരീരത്തെയാകാം, പക്ഷേ കരുത്തോടെ നേരിട്ടാൽ ഏത് രോഗത്തിനും തോറ്റുകൊടുക്കേണ്ടി വരും നമ്മുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ. ഒറ്റയ്ക്കല്ല നിങ്ങളെന്ന ഉറപ്പോടെ നമുക്ക് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാം. നമ്മൾ നൽകുന്ന തണലിന് ഒരു ജീവനെ തിരികെ പിടിക്കാനാകും. നമുക്ക് ഒന്നിച്ചു പോരാട്ടം. സ്നേഹം കൊണ്ട് ജീവിതം ജയിക്കാം.